तू ही तो जन्नत मेरे, तू ही मेरा जुनू, तू ही तो मन्नत मेरे, तू ही रूह का सुकून, तू ही आँखों की ठंडक, तू ही दिल के है दस्तक, और कुछ ना जानूं मैं, बस इतना ही जानूं. ഗുരുവും മത്സരാർത്ഥി ശിഷ്യയും മത്സരാർത്ഥി മലപ്പുറത്തു നിന്നുള്ള രണ്ട് കുട്ടികളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പേര് പറഞ്ഞ് അവരുടെ പേര് ചോദിച്ച് നമുക്ക് തുടങ്ങാം. പേരൊന്ന് പറഞ്ഞാട്ടെ. റന്ന, റൈഷ ഗെയ്സ്. ഇതിൽ ആരാണ് ഗുരു, ആരാണ് ശിഷ്യ? ഞാനാണ് പഠിപ്പിച്ചത് റന്നനെ. ഇത് ശിഷ്യ. അപ്പോൾ താങ്കൾക്ക് ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ? കാരണം 3-4 വർഷമായി അടുപ്പിച്ച കലോത്സവത്തിൽ വന്ന് എ ഗ്രേഡൊക്കെ അടിക്കുന്ന ആളല്ലേ? ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്പം ഞാൻ +2ലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിനും +1നും ഈ വർഷം തുടർച്ചയായിട്ട് 3ാമത്തെ വർഷമാണ് അറബിക് പദ്യത്തിൽ വരുന്നത്. മാത്രമല്ല നമ്മളെ സ്കൂളിൽ നിന്ന് സംഘഗാനങ്ങൾ ഒരുപാട് വർഷമായിട്ട് സ്റ്റേറ്റിലെത്താറുണ്ട്. ഇനി ശിഷ്യയെ പറ്റി. അപ്പോൾ ഞാൻ ഈ കൊല്ലം ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ തന്നെ സ്റ്റേറ്റിൽ വരാൻ പറ്റി റൈഷ പഠിപ്പിച്ചതുകൊണ്ട് അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. റൈഷ പഠിപ്പിച്ചുകൊണ്ട് എന്നാണ് പറഞ്ഞത്, ക്രെഡിറ്റാണ്. ഇനി നമുക്ക് ഇവരെ പാട്ട് പഠിപ്പിച്ച ഒരാളെ കൂടി പരിചയപ്പെടുത്തി തരാം. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരാൾ കൂടിയാണ്, ഹക്കീം. ഈ മുഖം കണ്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവും. നമ്മളെ വീഡിയോകളിലൊക്കെ ഒരു ചെറിയ മൈക്കും കൊണ്ട് പിള്ളേരുടെ ഇടയിൽ കൂടെ പാട്ട് പാടി നടക്കുന്ന ഈ മാഷിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കുട്ടികളുടെ അടുത്തേക്കാം. കുട്ടികളെ പഠിപ്പിച്ച മാഷാണപ്പോൾ. അതെ 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 മാഷ് വൈറലാണ്. ഇനി ഒരു വൈറലാവും. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും അവരും ഉണ്ട്, അവരും വൈറലാണ്. ഞാൻ മാത്രമല്ല, പാടുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ഇവരുണ്ട്. അപ്പോൾ ഇവരുള്ളത് കൊണ്ടാണ് ശരിക്കും ഞാൻ വൈറലാവുന്നത്. മറിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് പാടുന്നതെങ്കിൽ ചിലപ്പം അത്ര സ്വീകാര്യത കിട്ടാൻ സാധ്യത. ശരി കേട്ടോ. മാഷ് പാടുമ്പോൾ കുട്ടികളും പാടുന്ന ആ ഒരു ഈണമൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. ശരിക്കും കുട്ടികൾ എങ്ങനെയാ? അടിപൊളി. ഇവർ പ്രത്യേകത എന്ന് വെച്ചാൽ ശരിക്കും ബേസിക്കലി ഇപ്പോൾ നമുക്കറിയാം, സംഘഗാനം പാടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഉറുദു സംഘഗാനം, മലയാള സംഘഗാനം എന്നൊക്കെ പറയുമ്പം ചെറുപ്പം മുതലേ പാട്ട് പഠിച്ച കുട്ടികളായിരിക്കും. പക്ഷേ ഇവർ, ഞങ്ങളുടെ സ്കൂളെന്ന് പറയുന്നത് അറബി മാത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്കൂളാണ്. അപ്പോൾ സംഗീതം പഠിച്ച കുട്ടികൾ പൊതുവേ നമ്മുടെ സ്കൂളിൽ വരവ് കുറവാണ്. പക്ഷേ സംഗീതം അത്ര ബേസിക്കായിട്ട് പഠിച്ചവരല്ല. എങ്കിൽ പോലും ഇവർ 5ാം ക്ലാസ് മുതൽ എൻ്റെ കയ്യിൽ കിട്ടി. കുറച്ച് കുട്ടികൾ, നല്ല കുട്ടികൾ 8ാം ക്ലാസ്സിലേക്ക് എൻ്റെ കൂടെ എത്തും. ഞങ്ങൾ നേരത്തെ പ്രാക്ടീസൊക്കെ തുടങ്ങും. ബേസിക് എക്സസൈസൊക്കെ പ്രാക്ടീസ് ചെയ്യും, സ്വരങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇവരെ ലിപ്പ് മൂവ്മെൻ്റൊക്കെ ചെറുതായിട്ടൊക്കെ മാറ്റിയെടുത്ത് മലയാള സംഘഗാനം, ഉറുദു സംഘഗാനം, അറബിക് സംഘഗാനം 2 പ്രാവശ്യം ഞങ്ങൾ ഹാട്രിക് സംഘഗാനം അടിച്ച് സ്റ്റേറ്റിലേക്ക് എത്തി. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കുറച്ച് നല്ല കോമ്പറ്റീഷനുള്ള ഒരു ജില്ല തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ ഇവരുടെ എഫേർട്ട് ശരിക്കും നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ക്ലാസ് കളഞ്ഞിട്ടല്ല, വൈകിട്ട് 7 മണിക്ക് വരും, രാത്രി 11 മണിക്ക് പോകും മിക്ക ദിവസങ്ങളിലും. പക്ഷെ ഇവർ ഇപ്പം ഈ വർഷം സ്റ്റേറ്റിലേക്ക് വന്നു. പക്ഷേ ഈ ഒരു ഊർജ്ജം അടുത്ത 2 വർഷം ശരിക്കും 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 1-2 ഇനങ്ങളിൽ തന്നെ സംസ്ഥാനത്തേക്ക് വരാനുള്ളൊരു ഊർജ്ജം ഇവർക്ക് ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അവർ അതിന് മാത്രം എഫേർട്ട് അവർ എടുക്കുന്നുണ്ട്. ഞാൻ അവരെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ പോലും ക്ലാസ് കളയാതെ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. ഇപ്പോൾ മാഷ് കുട്ടികളെ പറ്റി പറഞ്ഞു. ഇനി കുട്ടികൾക്ക് മാഷിനെ പറ്റി എന്താ പറയാനുള്ള കേൾക്കണ്ടേ? ഈ മാഷ് എങ്ങനെയാണ്? മാഷിനെ കുറിച്ച് എന്താ പറയുക, ഞാൻ 8ാം ക്ലാസ്സിലേക്കാണ് ഈ സ്കൂളിലേക്ക് വന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു സംഘഗാന ടീമൊക്കെ റെഡി, ഓൾറെഡി 5ാം ക്ലാസ് മുതൽ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ടും സാർ എന്നെ നമ്മൾക്ക് എല്ലാ കൊല്ലം തുടക്കത്തിലൊരു സ്ക്രീനിങ് ഒക്കെ നടത്തും. എന്നിട്ടാണ് കുട്ടികളെ ടീമിലേക്ക് എടുക്കും. പിന്നെ സാർ നമുക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് എങ്ങനെ പറയാമെന്നറിയില്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് 7 മണി മുതൽ രാത്രി 10-11 മണി വരെ നമുക്ക് വേണ്ടി സാറിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാണ്. സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സും വെക്കേഷനും, ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഫുള്ള് സാറ് സ്പെൻഡ് ചെയ്യാണ്. അപ്പം അത്രയൊക്കെയാണ് സാറിനെ കുറിച്ച് എനിക്കതാണ് പറയാനുള്ളത്. ഈ കുട്ടികൾ പറയുന്ന പോലെ കമ്മിറ്റ്മെൻ്റ് ആണ് മാഷ് ദ മെയിൻ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും നല്ലൊരു 3 ഗായകരെ കിട്ടിയിട്ട് നമ്മളൊരു പാട്ട് പാടിക്കാതെ പോകുന്നത് ശരിയല്ലോ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഒരു നാടകം ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു 4 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് റെഡിയാണ്. അതുപോലെ ഒരു മോണോ ആക്ട് ആവട്ടെ, അറബി ഗാനം, അറബി പദ്യം, സംഘഗാനം, ഇനി മലയാളമാണെങ്കിലും ഉറുദു ആണെങ്കിലും ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തരുന്നത് ഞങ്ങളുടെ നസീർ സാറാണ്, ഞങ്ങളുടെ സ്കൂളിലെ അറബി അധ്യാപകൻ. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ ഒന്ന് സാറൊന്ന് വരും.
അതായത് മാഷ് പറയുന്നത് എല്ലാം ചടപടേന്നാവുന്നതാണ്. ഓക്കെ അതെയാണ് മാഷ് എന്ത് പറയുന്നു അത് ചെയ്തു കൊടുക്കൽ ഞാനാണ്. അറബി പദ്യം, അതുപോലെ തന്നെ അറബി സംഗാനം, മോണാക്ട്, കഥാപ്രസംഗം, ഇതിൻ്റെ ഒക്കെ വരികൾ എഴുതി കൊടുക്കുക. കുറേ വർഷങ്ങളോളായി, ഞാനൊരു 10-25 വർഷമായി ആ സ്കൂളിൽ പഠിക്കുക. അന്ന് കാലത്തെ തന്നെ ഇവിടെ കളിക്കുന്നുണ്ട്. നാളെ നാടക മത്സരമുണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് സാറാണ്. യെസ്, നാടക ടീം ഇപ്പം ഇങ്ങോട്ട് എത്തും. ഒരു നാട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. നാടകം സെറ്റ് ചെയ്തത് സാറ് തന്നെയാണ്. എല്ലാം സാറാണ് മെയിൻ. അപ്പോൾ ഈ 2 സാറുമാരാണ് നിങ്ങളുടെ മെയിൻ അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞു നിർത്തിയത്, നമുക്ക് ഇത്രയും നല്ലൊരു വൈറൽ താരങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മളൊരു പാട്ട് പാടിക്കാതെ നിങ്ങളെ വിടുന്നത് മോശമല്ലേ അല്ലേ? അപ്പോൾ ഞാൻ ഈ ഇന്നത്തെ സ്റ്റാർ അവരെ കൊണ്ട് തന്നെ പാടിക്കാതെ ഒരുമിച്ച് പാടണം. മാഷും പാടണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കത്ര കാര്യമായിട്ട് ജോലിയില്ല. ഞാൻ ഈ ആയുധം നിങ്ങളെ ഏൽപ്പിക്കും. ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിൽക്കും. ഓക്കെ, ഈ ആയുധം അങ്ങോട്ട് പിടിച്ചോളാം. സോഷ്യൽ മീഡിയയിൽ ആദ്യം വൈറലായിട്ടുള്ളൊരു ഗാനമായിരുന്നു ആരു പറഞ്ഞു. വലിയൊരു സ്വീകാര്യത കിട്ടിയൊരു ഗാനം ഞങ്ങൾ ഒരുമിച്ച് പാടാം. ഓക്കെ, റെഡി? ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു. 7 നിറം കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു വിരിഞ്ഞതുപോലെന്നാരു പറഞ്ഞു. കണി ചൊല്ലും കുയിലാണോ, കുഴലൂതും കാറ്റാണോ, ആരാണീ കള്ളം ചൊല്ലിയതാരാണാവോ? ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു. तू ही तो जन्नत मेरे, तू ही मेरा जुनू, तू ही तो मन्नत मेरे, तू ही रूह का सुकून, तू ही आँखों की ठंडक, तू ही दिल के है दस्तक. और कुछ ना जानूं मैं, बस इतना ही जानूं, तुझ में रब दिखता है यारा मैं क्या करूं. तुझ में रब दिखता है यारा मैं क्या करूं. सजदे सर झुकता है यारा मैं क्या करूं. तुझ में रब दिखता है यारा मैं क्या करूं.